അപ്പോൾ ഇത്രയും 2 ശ്ലോകം കൊണ്ട് ഭഗവാന്റെ രൂപം വർണ്ണിച്ചിട്ട് മേൽപ്പത്ത് വരുന്ന തൃപ്തി ഒന്നുമില്ല. മേൽപ്പത്ത് ഇനിയുള്ള ശ്ലോകത്തിൽ എല്ലാം കൂടി അത് ഒന്നിച്ച് പറയാം. യത്രൈലോക്യമഹീയതോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം തദ്രൂപം ആശ്ചര്യതോപി ആശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം കൃഷ്ണാദി വിഷ്ണോ വിഭോ. അങ്ങ് എങ്ങനെയുള്ള ആളാണ് എന്ന് വർണ്ണിച്ചിട്ടും മതിയാകാത്തത് കൊണ്ട് അങ്ങ് പറയാണ് തത്വത് അല്ല യാതൊന്നാണോ ത്രൈലോക്യമഹീയസായിട്ടുള്ളത്. ത്രൈലോക്യം 3 ലോകം. ഈ 3 ലോകത്തിൽ വെച്ച് മഹത്തായിട്ടുള്ളത് ഏതാണോ അതിനേക്കാൾ മഹിതം ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അങ്ങ്. അപ്പോൾ ഈ ലോകത്തിൽ ഏതിനെയാണോ ശ്രേഷ്ഠമെന്ന് എല്ലാവരും പറയുന്നത് ആ ശ്രേഷ്ഠമായ വസ്തുവിനേക്കാൾ മഹിതമായിട്ടുള്ളതാണ് അങ്ങ്. അത് പറയാൻ എനിക്ക് വാക്കില്ല എന്നർത്ഥം. മേൽപ്പത്തിൽ പറയുന്നത് അതാണ്. അപ്പം ഞാൻ ഇങ്ങനെ പറയാം എന്നുവെച്ചാൽ അതിനേക്കാൾ ഉയരമുള്ളതെന്നേ പറയാൻ പറ്റുള്ളൂ. ആ ഉയരം വർദ്ധിക്കാനുള്ള വാക്ക് എനിക്കില്ല എന്നർത്ഥം. മനസ്സിലായോ? സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായ അങ്ങയെ ശരിക്കും അങ്ങയുടെ മഹത്വം എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ എനിക്ക് വാക്കില്ല. രൂപം വിവരിക്കാനും കഴിയില്ല. ഒരു കാര്യം എനിക്ക് സാധിക്കൂ, അതിനേക്കാൾ എന്ന് പറയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ മഹത്തുക്കളായ വസ്തുക്കൾ എന്ന് പറയുന്ന സംഗതികളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ മീതയാണ് അങ്ങ്. യത്രൈലോക്യ മഹീയസ്വ അഭിമഹിതം. മനസ്സിലായില്ലിപ്പോൾ? ഏറ്റവും ശ്രേഷ്ഠമായ വസ്തു ഏതൊക്കെയാണോ അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അങ്ങ്. സമ്മോഹനം മോഹനാത്. മോഹനമായ സുന്ദരമായത് എന്തൊക്കെയാണോ ഉള്ളത് അതിനേക്കാൾ മോഹനമായിട്ടുള്ളത്. യത്രൈലോക്യം മഹീയസോപി മഹിതം സമ്മോഹനം മോഹനാൻ കാന്തം കാന്തിനിദാനതോപി മധുരം. കാന്തിനിദാനതോപി കാന്തം ആകർഷകമായിട്ടുള്ളതാണ്. അങ്ങ് ആകർഷകമായിട്ടുള്ളതാണ്. കാന്തം എന്നുള്ളതിന് ആകർഷകം എന്നർത്ഥം പറയാം. ഏതിനേക്കാൾ ആകർഷകമാണ്? ഈ ലോകത്തിൽ ആകർഷകമായിട്ട് ഏതെല്ലാം വസ്തുക്കൾ ഉണ്ടോ അതിനേക്കാൾ ആകർഷകമായിട്ടുള്ളതാണ് അങ്ങ്. അപ്പം അങ്ങ് ആരാണ് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം എനിക്ക് എന്താണെന്നറിയോ, അങ്ങ് ഇതിനേക്കാൾ കേവലമാണെന്ന് പറയുകയാണ്. മനസ്സിലായോ? അപ്പം ഈ ഉപനിഷത്തൊക്കെ ബ്രഹ്മം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോ ചോദ്യം ചോദിച്ചാൽ ഉപനിഷത്ത് പറയണ മറുപടി എന്താ അറിയോ? നേതി, ഇതല്ല, അതാണോ? അതല്ല, 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 പിന്നെന്താ? ഏതൊന്ന് അറിഞ്ഞാലാണോ എല്ലാ അറിവും അറിഞ്ഞതായി തീരുന്നത് അതാണ്. അപ്പം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അറിവാണ്. ആ അറിവ് ചോദിച്ചാൽ സാധാരണ അറിവാണോ? അല്ല. വിശേഷമായ അറിവാണോ? അല്ല. ശാസ്ത്രത്തിലുള്ള അറിവാണോ? അല്ല. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവാണോ? അല്ല. പിന്നെന്താ? എന്തൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും യാതൊന്നറിഞ്ഞാലാണോ അറിവ് പൂർത്തിയാവുക അതാണ് ബ്രഹ്മം. അങ്ങനെ ബ്രഹ്മത്തെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ, അല്ലാണ്ട് വാക്ക് ഇല്ല. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറഞ്ഞത് യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. ഈ പരബ്രഹ്മം എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ വാക്കുകൾ അവസാനിക്കുന്നു. അപ്പോൾ മനസ്സിൻ്റെ വേഗതയുണ്ടല്ലോ, മനസ്സും ചെല്ലാത്ത ഒരു ഉയരത്തിലാണ് ആരും നിൽക്കുന്നത്, ഈ പരബ്രഹ്മം നിൽക്കുന്നത്. നമ്മുടെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ സങ്കല്പം കൊണ്ടോ എത്തിച്ചേരാൻ കഴിയാത്ത വിദൂരമായ ഏതോ മേഖലയിലാണ് ഈ ബ്രഹ്മം നിൽക്കുന്നത്.
അപ്പോൾ ആധുനിക കവികളൊക്കെ പറയുമ്പോൾ ചങ്ങമ്പുഴയൊക്കെ പറയുന്നത് അദ്വൈതാമര ഭാവസ്പന്ദിത വിദ്യുന്മേഖല എന്നാണ്. അതിന് അദ്വൈത അമര ഭാവമേഖല എന്നാണ് പറയുന്നത്, വിദ്യുന്മേഖല എന്നാണ് പറയുന്നത്. അദ്വൈതാമര ഭാവം, അദ്വൈതാമര ഭാവം എന്താ അറിയാം? ഏകമാണ് എന്നുള്ള ഭാവം. അദ്വൈതം എന്ന് പറഞ്ഞാൽ ദ്വൈതമല്ലാത്തത്, രണ്ടല്ലാത്തത്, ഒന്ന്. അപ്പോൾ ഏകം എന്ന് ഒരു ഭാവം ഉണ്ടാവുക. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥൻ ഒരേ ഒരാളാണ്, ആ ഒരേ ഒരാളാണ് എന്നിലും എല്ലാറ്റിലും ഉള്ളത് എന്ന ബോധം ആർക്കുണ്ടായോ അതാണ് ഈ അദ്വൈതം എന്ന് പറയുന്നത് ബോധം. അദ്വൈതമായ ഭാവത്തെ സ്പന്ദിക്കുന്ന മേഖലയുടെയും അപ്പുറത്ത് പ്രശോഭിക്കുന്ന മേഖല. അദ്വൈതം വന്നു കഴിഞ്ഞാൽ തന്നെ ഞാനും ഈശ്വരനും ഒന്നായി. ഒന്നായിക്കഴിഞ്ഞാൽ വലിയൊരു ഭാവമേഖലയിൽ എത്തിയാലേ അങ്ങനെ തോന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്താണ് എന്ന് കവി പറയുന്നു. അതിനെ അപ്പോൾ ഇവിടെ പറയുന്നത്, മേത്തപ്പൂർ പറയുന്നത് അതിനെയാണ്. മഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തി നിധാനതോപി. കാന്തിയുടെ നിധാന ഇരിപ്പിടം, കാന്തിയുടെ ഇരിപ്പിടത്തിനേക്കാൾ അപ്പുറത്താണ് ഈ അദ്ദേഹത്തിൻ്റെ സ്ഥാനം. മധുരം മാധുര്യധുര്യാദപി, ഏറ്റവും മധുരമായതിനേക്കാൾ മധുരമായിട്ടുള്ളതാണ് അങ്ങ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങ് സുന്ദരമായിട്ടുള്ളതിനേക്കാൾ സുന്ദരമാണ്, മധുരമായിട്ടുള്ളതിനേക്കാൾ മധുരമാണ്, മഹത്തായിട്ടുള്ളതിനേക്കാൾ മഹത്താണ്, ശ്രേഷ്ഠമായിട്ടുള്ളതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നൊക്കെ പറയാനല്ലേ എനിക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് അങ്ങ് ഇന്നതാണെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാൻ എനിക്ക് കഴിയില്ല. 2 ശ്ലോകങ്ങൾ ഞാൻ ശ്രമിച്ചു നോക്കി, ഞാൻ പരാജയപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ശ്ലോകം എഴുതുന്നത് എൻ്റെ പക്ഷം. അപ്പോൾ യത്രൈലോക്യ മഹീയതോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തി നിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം. സൗന്ദര്യോത്തരം വെച്ചാൽ ഏറ്റവും മികച്ച സൗന്ദര്യം എന്നാണ് അർത്ഥം. സൗന്ദര്യോത്തരം എന്ന് പറഞ്ഞാൽ സൗന്ദര്യോത്തരതോപി സുന്ദരതരം, സൗന്ദര്യത്തേക്കാൾ ഏറ്റവും വലിയ സൗന്ദര്യത്തേക്കാൾ സുന്ദരമായിട്ടുണ്ട്. ത്വദ്രൂപം, അങ്ങയുടെ രൂപം അങ്ങനെയാണ്. ആശ്ചര്യതോപി ആശ്ചര്യം, വിസ്മയമുണ്ടാക്കുന്നതിൽ വെച്ച് വിസ്മയമുണ്ടാക്കുന്നതാണ്, അത്യന്ത വിസ്മയം ഉണ്ടാക്കുന്നതാണ്. കൃഷ്ണാതു വിഷ്ണു വിഭു, അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് എൻ്റെ പോഷിപ്പിക്കട്ടെ. കൃഷ്ണാദിച്ച് പോഷിപ്പിക്കട്ടെ എന്നർത്ഥം, എൻ്റെ ഭക്തിയെ പോഷിപ്പിക്കട്ടെ എന്നുള്ള ആശയം. വാത്സല്യം ഭുവനേ ന കസ്യ കുതുകം കൃഷ്ണാത് വിഷ്ണു വിഭോ. വിഷ്ണു വിഭോ 2 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വിഷ്ണു എന്ന് പറഞ്ഞാൽ വിശ്വം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നവെന്ന വാക്കിനർത്ഥം. വിഷ്ണു എന്നുള്ള വാക്കിന് വ്യാപനശീലമുള്ള ആളെയാണ് വിഷ്ണു എന്ന് പറയുക. വിഭു എന്ന് പറയുമ്പോൾ എല്ലാറ്റിൻ്റെയും നാഥനായിട്ടുള്ളവനാണ് വിഭു. എല്ലാറ്റിൻ്റെയും നാഥനായിട്ടുള്ളവനും സർവവ്യാപിയുമായ ഭഗവാനെ അങ്ങ് കൃഷ്ണാദി എന്നെ പോഷിപ്പിക്കൂ. പോഷിപ്പിക്കാം കൃഷ്ണാദി. അപ്പോൾ യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം കൃഷ്ണാദി വിഷ്ണു വിഭു. ആരുടെ കൗതുകത്തെയാണ് അങ്ങ് പോഷിപ്പിക്കാത്തത് എന്നർത്ഥം. എല്ലാവർക്കും കൗതുകം ഉണ്ടാക്കുന്നതാണ് അങ്ങയുടെ രൂപം എന്നാണ്. ഇപ്പോൾ അത് മനസ്സിലായോ? ആശയം മനസ്സിലായില്ലേ? എന്താ കസ്യ കുതുകം? ആരുടെ കുതുകത്തെയാണ്, ആശ്ചര്യത്തെയാണ് കൃഷ്ണാദി പോഷിപ്പിക്കാത്തത്? ആരുടെ സങ്കല്പത്തെയാണ് പോഷിപ്പിക്കാത്തത്? അല്ലെങ്കിൽ ആരുടെ സന്തോഷത്തെയാണ് പോഷിപ്പിക്കാത്തത്? കസ്യ കുതുകം.
കൃഷ്ണാദി വിഷ്ണു വിഭോ. സംബോധനയ്ക്ക് അർത്ഥമുണ്ട്. വിഷ്ണുവാണങ്ങ്, എല്ലാം വ്യാപിച്ചു നിൽക്കുന്നവനാണ് അങ്ങ്, എല്ലാറ്റിൻ്റെയും നാഥനായിട്ടുള്ളവനുമാണ് അങ്ങ്. അതാണ് വിഷ്ണു വിഭു എന്ന രണ്ട് വിധത്തിന്. അപ്പം ചുരുക്കത്തിൽ ഈ ലോകത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഭഗവാനാണ്. അതിന് മേലെയാണ് ഭഗവാൻ. ഭഗവാൻ ഈ ഭഗവത്ഗീതയിൽ നമ്മൾ വിശ്വരൂപം കണ്ട് ഓർമ്മയുണ്ട്, വിരാട് രൂപം കണ്ട് ഓർക്കുണ്ടാവും. ഭഗവത്ഗീത പഠിച്ച കാലത്ത് ഓർമ്മയുണ്ടാവും. ഞാൻ ഓരോന്നിനും ഇന്നതാണെന്ന് പറയില്ല. വൃക്ഷങ്ങളിൽ ഞാൻ അശ്വത്ഥമാണ്, മൃഗങ്ങളിൽ ഞാൻ ഇന്ന് കേസരിയാണ്, യജ്ഞങ്ങളിൽ ഞാൻ ജപമാണ്, അക്ഷരങ്ങളിൽ ഞാൻ അകാരമാണ് എന്നൊക്കെ ഇങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആ ഈശ്വരന്മാരുടെ ഈശ്വരനാണ് ഞാൻ അക്ഷരൻ. അപ്പോൾ കേവല ആനന്ദ സ്വരൂപനായിട്ടുള്ള ഈശ്വരന് രൂപം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്തോ അതാണ് കേവല ആനന്ദ സ്വരൂപനായ ഈശ്വരൻ്റെ രൂപം. അപ്പോൾ അത് വായിച്ചോളൂ. മനസ്സിലായല്ലോ. അടുത്ത പദ്യത്തിലേക്ക് പോകാനില്ലേ. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുക ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാപദ കഷ്ടം അച്യുത വിഭോ സുദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അജാപലബലാത് ചാപല്യവാർത്തോദഭൂത്. ഇവിടെ പറയാൻ പോകണമെന്ന് വെച്ചാൽ ആശയം മുൻകൂട്ടി ധരിച്ചാൽ ലക്ഷ്മി ദേവിക്ക് ഒരു പേരുണ്ട്, ചപല. ഈ ചപല ഒരിടത്തും സ്ഥിരമായിട്ടിരിക്കാത്തവൾ എന്ന് ഒരു പേര് ലക്ഷ്മി ദേവിക്കുണ്ട്. അത് എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നാണ് ആലോചിക്കുന്നത്. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്. രാമായണത്തിലുണ്ട്, ലക്ഷ്മണോപദേശത്തിൽ കാണാം, ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്. ഇവിടെ ലക്ഷ്മി ദേവിക്ക് ചപല, ചഞ്ചല എന്നൊക്കെ പേര് വരാനൊരു കാരണം വേണ്ടേ. കാരണം എന്തായോ, കാരണം എന്താ വെച്ചാൽ അതാണ് പറയണത്. നമുക്ക് എനിക്ക് കിടക്കാം. തത്താദൃങ് മധുരാത്മകം തവ വപു. തത്താദൃങ് അപ്രകാരമുള്ള, മുകളിൽ വിവരിച്ച പ്രകാരമുള്ള, മധുരാത്മകം മാധുര്യത്തോടുകൂടിയ, തവ വപു അങ്ങയുടെ ശരീരം. അപ്പം മുകളിൽ അങ്ങയുടെ ശരീരത്തിൻ്റെ സൗന്ദര്യാതിശയത്തെ വർണ്ണിച്ചിട്ടുണ്ട്, മാധുര്യാതിശയത്തെ വർണ്ണിച്ചിട്ടുണ്ട്. അത്രയും മധുരവും സുന്ദരവുമായ ആ ശരീരം ഉണ്ടല്ലോ, ആ ശരീരത്തെ പ്രാപിച്ചിട്ട്, അങ്ങയുടെ മനോഹരമായ ആ ശരീരത്തെ പ്രാപിച്ചിട്ട്, സമ്പന്മയീ സാ ദേവി, സമ്പത് സ്വരൂപിണിയായ സാ ദേവി, ആ ദേവി, സമ്പത് സ്വരൂപിണിയായിട്ടുള്ള ആ ദേവി എന്ന് പറഞ്ഞാൽ ആരാണ്? സമ്പത്തിൻ്റെ സ്വരൂപിണിയായ ദേവി. സമ്പത്തിൻ്റെ ദേവി ആരാണ്? ലക്ഷ്മി. ഇപ്പം സമ്പന്മയിയായ സാ ദേവി, ആ ദേവി പരമോത്സുക, വളരെയേറെ ഉത്സുകയാണ്, വളരെയേറെ സന്തോഷത്തോടു കൂടിയവളാണ്. എന്താ കാരണം സന്തോഷത്തോടു കൂടിയവളാവാൻ? അത്രയും സൗന്ദര്യാത്മകമായ മഹത്വത്തോടു കൂടിയതാണ് അങ്ങയുടെ ശരീരം.
ആ ശരീരത്തെ പ്രാപിച്ച ലക്ഷ്മീദേവി ഹർഷോത്സുകയാണ്, വളരെയേറെ സന്തുഷ്ടയാണ്. എന്നിട്ട് ചിരതരം മാസ്തേ സ്വഭക്തേഷ്വപി, അങ്ങനെയുള്ള ലക്ഷ്മി ദേവി സ്വഭക്തേഷു, സ്വന്തം ഭക്തന്മാരുണ്ടാവുമല്ലോ, ഭക്തജനങ്ങളുണ്ടാവുമല്ലോ, ആ ഭക്തജനങ്ങളിൽ നാസ്തേ ചിരതരം നാസ്തേ, ചിരതരം നാസ്തേ വെച്ചാൽ ചിരതരമായിട്ട് ഇരിക്കുന്നില്ല, ദീർഘകാലം ഭക്തന്മാരിൽ ഇരിക്കുന്നില്ല. ലക്ഷ്മീദേവിക്ക് രണ്ട് ഡ്യൂട്ടിയുണ്ട്. എന്താ രണ്ട് ഡ്യൂട്ടി? ഒന്ന് ഭക്തന്മാരെ അറ്റൻഡ് ചെയ്യണം, മറ്റൊന്ന് ഭഗവാനെ അറ്റൻഡ് ചെയ്യണം. ഇവിടുന്ന് പോരാൻ ഇഷ്ടമല്ല ലക്ഷ്മീദേവിക്ക്. എന്താ കാരണം? തത്താത് മധുരാത്മകം തവ വപു, അങ്ങയുടെ അതിമനോഹരമായ ആ ശരീരം കണ്ട് ആകൃഷ്ടയായിട്ട് അവിടെ സംപ്രാപ്തിയായ, അവിടെ എത്തിച്ചേർന്ന ലക്ഷ്മീദേവി അവിടുന്ന് എവിടെയും പോകില്ല. ലക്ഷ്മീദേവിയെ ഭജിക്കുന്ന അത്ര ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോവുക വെച്ചാൽ തന്നെ എങ്ങനെയാണ് പോവുക? പെട്ടെന്ന് പോയില്ല ചെയ്യുക. ചിരതരം നാസ്തേ, ചിരതരമായിട്ട് വളരെ കാലങ്ങളായിട്ടൊന്നോ വളരെ ദിവസങ്ങൾ ഇരിക്കുന്നില്ല. വളരെ ദിവസങ്ങൾ ഇരിക്കാത്തതുകൊണ്ട് അവർക്ക് എന്താ പേര് വരിക? ഭക്തന്മാരെന്താ പേര് പറയുക? ചപ്പല എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇരിക്കാത്തത്? ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഇരിപ്പിടം കിട്ടിയതുകൊണ്ടാണ്. ഏതാ ശ്രേഷ്ഠമായ ഇരിപ്പിടം? ഭഗവാന്റെ രൂപമാണ്. അതെങ്ങനെയുള്ളതാണ്? സൗന്ദര്യത്വരൂപി സുന്ദരവരാണ്, ആശ്ചര്യതോപി ആശ്ചര്യമാണ്, മഹീയസോപി മധുരാണ്. അങ്ങനെയുള്ള സുന്ദരതരമായ ആ ശരീരത്തിൽ ഇരിക്കാനുള്ള ഭാഗ്യമുണ്ടായതുകൊണ്ട് ലക്ഷ്മീദേവി ഭക്തന്മാർ വിളിച്ചാൽ പോലും അവിടെ അധിക സമയം ചിലവഴിക്കുന്നില്ല, ഇരിക്കുന്നില്ല എന്ന് ആശയം. മനസ്സിലായോ? തത്താത് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി, സമ്പന്മയിയായിട്ടുള്ള ആ ദേവി പരമോത്സുക, ആ ദേവി വളരെയേറെ ഉത്സുകയായിത്തീരുന്നു, സന്തോഷമുള്ളവളായിത്തീരുന്നു. എന്നിട്ട് ചിരതരം ആസ്തേ സ്വഭക്തേഷു അഭി, സ്വഭക്തേഷു അഭി ചിരതരം ആസ്തേ, സ്വന്തം ഭക്തന്മാരിൽ പോലും വളരെ നേരം ഇരിക്കുന്നില്ല, വളരെ നേരം ചെലവഴിക്കുന്നില്ല എന്നാശയം. മനസ്സിലായി? തേനാസ്യ വധ കഷ്ടമച്ചുക, അതുകൊണ്ട് തേന അസ്യ കൊണ്ട് കഷ്ടം, കഷ്ടം തന്നെ ബദാച്ചാൽ ഇങ്ങനെ കഷ്ടം എന്ന അർത്ഥത്തിൽ തന്നെ ബദ എന്ന് ഉപയോഗിക്കുന്നുണ്ട്, ആശ്ചര്യം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ തേനാസ്യ ബദ കഷ്ടം അച്യുത വിഭോ ഒക്കെ സംബോധനയാണ്. അച്യുത, അച്യുതം വെച്ചാൽ ചുതി പറ്റാത്തവൻ എന്ന വാക്കിനർത്ഥം. ചുതി പറ്റാത്തവൻ എന്ന് പറഞ്ഞാൽ തെറ്റ് പറ്റാത്തവൻ, നാശമില്ലാത്തവൻ എന്നൊക്കെ അർത്ഥമാണ് അച്യുതൻ. വിഭോൻ്റെ അർത്ഥം പറഞ്ഞു, എല്ലാവരുടെയും നാഥനായിട്ടുള്ളവനാണ്. അച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞകം, അങ്ങയുടെ രൂപത്തിൻ്റെ മനോഹാരിത, മാനോജ്ഞകം മനോഹാരിത. പ്രേമസ്ഥൈര്യമയാത്, പ്രേമത്തിലുള്ള സ്ഥൈര്യ നിമിത്തം, സ്ഥിരത നിമിത്തം, അങ്ങയോടുള്ള പ്രേമത്തിൻ്റെ സ്ഥിരത നിമിത്തം അജാപലബലാത്, അത് വിട്ടുപോകാനുള്ള മടിയുള്ളത് കൊണ്ട് ചാപല്യ വാസ്തവോ അഭൂത്, ചപല എന്ന പേര് ഉണ്ടായിത്തീരുന്നു. അങ്ങയോടുള്ള ഭക്തിയിലെ പ്രേമാത്മക ഭക്തി എങ്ങനെയുള്ളതാണ്? സ്ഥിരതരാണ്. അങ്ങയോട് സ്ഥിരതരമായ പ്രേമം ഉള്ളതുകൊണ്ട്, അങ്ങയെ വിട്ടുപോകാൻ മടിക്കുന്നത് കൊണ്ട് എല്ലാവരും
ചപല എന്ന് അങ്ങയെക്കുറിച്ചും ലക്ഷ്മിയെക്കുറിച്ച് പറയുന്നു. ആ പേരിൽ ലക്ഷ്മി അറിയപ്പെടുന്നു. ചാബല്യവാർത്തോ ദഭൂത്, അഭൂത് ഉദഭൂത് എന്നാണ്, ഉണ്ടായി എന്നർത്ഥം. ഉദഭൂത് ഉദിച്ചു, ഉണ്ടായി. വാർത്ത ചാബല്യവാർത്ത ഉദഭൂത് എന്നാണ് വാക്ക് കേട്ടോ. വാർത്തോദഭൂത് എന്നിടത്ത് പദം തിരിക്കുമ്പോൾ വാർത്ത കൂട്ടണം, ഉദഭൂത് എന്നാണ്. വാർത്തോദഭൂത് ഉയർന്നു വരിക, ഉണ്ടാവുക എന്നൊക്കെ അർത്ഥം. ഉദഭൂത്. ആളുകൾ അങ്ങനെ പറയാൻ തുടങ്ങി. ആളുകളുടെ ഇടയിൽ ഒരു മുറുമുറുപ്പുണ്ടായി എന്ന് ചുരുക്കം. എന്താ മുറുമുറുപ്പിന് കാരണം? അവിടുന്ന് പോരില്ല ലക്ഷ്മി ദേവി. എവിടുന്ന്? ഭഗവാന്റെ അടുത്തുനിന്ന് പോരില്ല. ആരുടെ അടുത്തേക്ക് വരില്ല? ഭക്തന്മാരുടെ അടുത്തേക്ക് വരില്ല. വരികയാണെങ്കിൽ തന്നെ വളരെ കുറച്ച് നേരം ഇരിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എന്ത് ഭഗവാനോടുള്ള പ്രേമത്തിൻ്റെ സ്ഥിരത നിമിത്തം ശരിക്ക് ചപ്പലയല്ലാത്തവരാണ് ലക്ഷ്മി ദേവി. എങ്കിലും ആളുകൾ എന്ത് പറയാൻ തുടങ്ങി? ചപ്പലയാണ് എന്ന് പറയാൻ തുടങ്ങി. ഇപ്പോൾ ലക്ഷ്മി ദേവിയെ വർണ്ണിച്ചു. ഇപ്പോൾ ആ 3 ശ്ലോകം കൊണ്ട് ഭഗവാന്റെ രൂപവർണ്ണന കഴിച്ചു. ആദ്യത്തെ 2 ശ്ലോകം കൊണ്ട് പ്രത്യംഗം വർണ്ണിച്ചു, അവയവങ്ങളൊക്കെ വർണ്ണിച്ചു. 3-ാമത്തെ ശ്ലോകം കൊണ്ട് എന്താ പറയേണ്ടത്, ഒരു സമഗ്രമായിട്ടൊരു വർണ്ണന കൊടുത്തു. എന്തെങ്കിലും ഇനി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂടി കടന്നുകൊണ്ട് വെച്ചിട്ട് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും മഹത്തായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഭഗവാനാണ് എന്ന് പറഞ്ഞു. 4-ാമത്തെ ഈ ശ്ലോകത്തിൽ പറഞ്ഞു ലക്ഷ്മി ദേവി അദ്ദേഹത്തെ എപ്പോഴും ശുശ്രൂഷിച്ചുകൊണ്ട്, ദുഷ്പേര് കേട്ടിട്ട് പോലും ലക്ഷ്മി ദേവി അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താ ദുഷ്പേര് ലക്ഷ്മി ദേവിക്ക്? ചപല എന്ന് പേരുണ്ടായി. ആ കാരണം എന്താ? ചപല എന്നുള്ള പേരുണ്ടാവാൻ കാരണം എന്താ? ഭഗവാനോടുള്ള പ്രേമസ്ഥൈര്യം കൊണ്ട്. സ്ഥൈര്യത്തെ സ്ഥിരതയാണ്. ഭഗവാനിലുള്ള പ്രേമസ്ഥൈര്യം കൊണ്ട് അചപലയായ ലക്ഷ്മി ദേവി, ചപല എന്ന പേര് മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ടി ഒന്നില്ലേ? മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുക ചിരതരം നാസ്തേ സ്വഭദ്രേഷ്വപി തേനാദ്യാപത കഷ്ടമച്യുത വിഭോ തുദ്രൂപ മാനോജ്ഞക പ്രേമസ്ഥൈര്യഭവ സ്ഥൈര്യമയാത് അജാബലബലാത് ചാബല്യവാർത്തോത് ഉദഭൂത്. ചാബല്യവാർത്ത ഉദഭൂത്. ചാബല്യവാർത്തോദഭൂത്. വായിച്ചോ. അടുത്ത ശ്ലോകം. ലക്ഷ്മീ താവകരാമണീയകഹൃദൈ രാമണീയകഹൃദൈരേയം പരേഷു അസ്ഥിരേരി അസ്മിന്നന്യത വിപ്രമാണമധുന വക്ഷ്യാമി ലക്ഷ്മീപദേ യേ തദ്ധ്യാനഗുണാനുകീർത്തനരസാ സക്താ ഹി ഭക്താ ജനാ ഹേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിതപ്രസ്താവ ദത്താദര. ഇനി ഇപ്പം പറഞ്ഞതിന് എന്താ പറഞ്ഞത്? ലക്ഷ്മി ചപലയാണെന്ന് പറഞ്ഞില്ലേ? അതിന് മാത്രമല്ല ഭഗവാൻ സ്ഥിരമായിട്ടിരിക്കണമെന്ന് പറഞ്ഞില്ലേ? അതിനൊരു തെളിവ് കൂടി തരാമെന്ന് പറയാം. ഒരു തെളിവും കൂടി തരാം. ലക്ഷ്മി താവക രാമണീയക ഹൃദയ. താവക രാമണീയക ഹൃദയ. താവകം അങ്ങയുടെ, രാമണീയകം രമണീയ ഭാവം സൗന്ദര്യം.
അതിനാൽ ഹൃദയായവർ ആകർഷിക്കപ്പെട്ടവർ. അങ്ങയുടെ സൗന്ദര്യത്താൽ ആകൃഷ്ടയായ ലക്ഷ്മി. പരേഷു അസ്ഥിരേതി, പരേഷു അന്യന്മാരിൽ അസ്ഥിരയാണ്, അന്യന്മാരിൽ സ്ഥിരമായി ഇരിക്കുന്നില്ല എന്നതിന് അന്യതഭിപ്രമാണം, മറ്റൊരു അന്യത് വെച്ചാൽ മറ്റൊരു പ്രമാണം അധുനാ വക്ഷ്യാമി, ഇപ്പോൾ ഞാൻ പറയാം. ലക്ഷ്മി താവക രാമണീയക ഹൃദയ, താവകം അങ്ങയുടെ സൗന്ദര്യത്താൽ ആകൃഷ്ടയായ ലക്ഷ്മീദേവി. പരേഷു അസ്ഥിര, അന്യന്മാരിൽ അന്യഭക്തന്മാരിൽ അസ്ഥിരയാണ് എന്നതിന് അന്യതഭിപ്രമാണം, മറ്റൊരു തെളിവ്, പ്രമാണം തെളിവ്. വക്ഷ്യാമി, ഞാൻ പറയാം. ലക്ഷ്മീപദേ സംബോധന, ഭഗവാനെ ഞാൻ മറ്റൊരു തെളിവ് തരാം. എന്തിനാ തെളിവ് തരാമെന്ന് പറയുന്നത്? ലക്ഷ്മീദേവി അങ്ങയുടെ രൂപസൗന്ദര്യത്തിൽ ആകൃഷ്ടയായിട്ട് അങ്ങയുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നതിന് വേറൊരു തെളിവ് ഞാൻ തരാം. മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാറില്ല, ഉണ്ടെങ്കിൽ തന്നെ അസ്ഥിരമാണ് എന്നതിന് തെളിവ് ഞാൻ തരാം. ലക്ഷ്മി താവക രാമണീയക ഹൃദയ ഏയം പരേഷു അസ്ഥിരേതി അസ്മിന്നന്യത വിപ്രമാണമധുന വക്ഷ്യാമി ലക്ഷ്മീപദേ. അത് മനസ്സിലായോ? ലക്ഷ്മീപദേ എന്ന് സംബോധന. എന്താ ലക്ഷ്മീപദേ എന്നുള്ള സംബോധന കൊണ്ട് പറയണത്? പ്രമാണം അധുന പ്രമാണം വക്ഷ്യാമി. അധുന ഇപ്പോൾ, പ്രമാണം ഒരു പുതിയ പ്രമാണം വക്ഷ്യാമി, പുതിയൊരു തെളിവ് തരാം. എന്തിന് തെളിവ് തരാം? പരേഷു അസ്ഥിരേ ഇതി. ആര്? ലക്ഷ്മീദേവി പരേഷു, അർത്ഥം മറ്റുള്ളവർ ഭക്തന്മാരിൽ ലക്ഷ്മീദേവി പരേഷു അസ്ഥിര ആണ് എന്നതിന് അന്യതഭി, അന്യമായ ഒരു തെളിവ് തരാം. അധുന വക്ഷ്യാമി, ഇപ്പോൾ തരാം. എന്തുകൊണ്ടാണ് ലക്ഷ്മീദേവി ഇങ്ങനെ സ്ഥിരയായത് അങ്ങയിൽ? അതിൻ്റെ ഉത്തരം കിട്ടുന്നത് താവക രാമണീയക ഹൃദയ, താവകം അങ്ങയുടെ സൗന്ദര്യത്താൽ ഹൃദയായിട്ട്, ഹൃദയാവച്ചാൽ ആകർഷിക്കപ്പെടുക, അങ്ങയുടെ സൗന്ദര്യത്താൽ ആകർഷിക്കപ്പെട്ട ലക്ഷ്മീദേവി. ബന്ധം ബന്ധങ്ങൾ മനസ്സിലാക്കണം. ലക്ഷ്മി താവക രാമണീയക ഹൃദയായ, അങ്ങയുടെ രാമണീയകം സൗന്ദര്യം, അതുകൊണ്ട് ഹൃദയായ അപഹരിക്കപ്പെട്ടവളായ ആ സൗന്ദര്യത്താൽ ആകൃഷ്ടയായ ലക്ഷ്മീദേവി പരേഷു അസ്ഥിര, അന്യഭക്തന്മാരിൽ അസ്ഥിരയാണ് എന്നതിന് അന്യതഭി പ്രമാണം, അന്യതഭി പ്രമാണം, അന്യത് മറ്റൊന്ന്, പ്രമാണം തെളിവ്, അധുന ഇപ്പോൾ വക്ഷ്യാമി പറയാം. പിടികിട്ടിയോ എല്ലാ വാക്കും? ലക്ഷ്മി താവക രാമണീയക ഹൃദയ ഏയം പരേഷു അസ്ഥിരേതി അസ്മിന്നന്യത വിപ്രമാണമധുന വക്ഷ്യാമി ലക്ഷ്മീപദേ. യേ
തദ്ധ്യാനഗുണാനുകീർത്തനരസാസക്തദാ ഹി ഭക്തദാ ജനാ. യാതൊരു ആളുകളാണോ തദ്ധ്യാനഗുണാനുകീർത്തനരസാസക്തദ, അങ്ങയെ ധ്യാനിക്കുന്നതിലും ഗുണാനുകീർത്തനം ചെയ്യുന്നതിലും രസാസക്തന്മാരായിട്ടുള്ളത്, രസം കൊണ്ട് ആസക്തന്മാരായിട്ടുള്ളവര്, അങ്ങയെ ധ്യാനിക്കുന്നതിൽ രസം കാണുന്നവരും അതുപോലെ തന്നെ അങ്ങയുടെ ഗുണങ്ങളെ കീർത്തിക്കുന്നതിൽ രസം കാണുന്നവരുമായ അർത്ഥം. ഏതിനർത്ഥം? യാതൊരു ആളുകളാണോ ത്വത് അങ്ങയുടെ ധ്യാനം ചെയ്യല്, ഗുണാനുകീർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഗുണങ്ങളെ പ്രകീർത്തിക്കൽ, ഇതിൽ രസാസക്തത, ഇതിൽ രസം കൊണ്ട് താല്പര്യം കൊണ്ട് ആർക്കാണ് ആസക്തി ഉണ്ടാകുന്നത്, ആരാണോ മുഴുകുന്നത്, ആസക്തി താല്പര്യമാണ്, ആരാണോ അതിയായ താല്പര്യത്തോടു കൂടിയിട്ട് അങ്ങയെ ധ്യാനം ചെയ്യുകയും അങ്ങയുടെ ഗുണങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യുന്നത്, അങ്ങനെയുള്ള ഭക്തജന, ആ ഭക്തജനങ്ങളുടെ അടുത്ത് അങ്ങ് സ്ഥിരൈവ വസതി, അങ്ങ് സ്ഥിരമായിട്ട് വസിക്കും. അത് ലക്ഷ്മി ദേവി സ്ഥിരമായിട്ട് അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് സ്ഥിരമായിട്ട് വസിക്കും. അതെന്താ വസിക്കുന്നത്? അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ദൈതാ പ്രസ്താവ ദത്താദര, ദൈതൻ ഭർത്താവായ വിഷ്ണു ഭഗവാന്റെ പേര് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇവരിങ്ങനെ പ്രകീർത്തിക്കുമല്ലോ. ആ പ്രകീർത്തിക്കുമ്പോൾ ഭഗവാന്റെ പേര് കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് അവിടെ ലക്ഷ്മി ദേവി എല്ലായ്പ്പോഴും ഉണ്ടാവുക. അപ്പം ലക്ഷ്മി ദേവി വല്ലപ്പോഴും ഏതെങ്കിലും ഭക്തൻ്റെ അടുത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, ആ ഭക്തൻ ഒന്നുകിൽ ധ്യാനത്തിൽ ശക്തനാണ്, അല്ലെങ്കിൽ ഭഗവത് കീർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്നവനാണ്. മനസ്സിലായോ? ആശയം മനസ്സിലായപ്പോൾ അപ്പം ലക്ഷ്മി ദേവി ആരുടെ അടുത്ത് സ്ഥിരമായിട്ടുണ്ടാവുള്ളൂ? ഭഗവാന്റെ അടുത്ത് സ്ഥിരമായിട്ടുണ്ടാവും. ഭക്തനായതുകൊണ്ട് കാര്യമില്ല, ധ്യാനവും ഗുണാനുകീർത്തനത്തിൽ ഏതെങ്കിലും ഒന്ന്, ഭഗവാന്റെ സ്തോത്രങ്ങൾ നിത്യം പാരായണം ചെയ്യുക, അല്ലെങ്കിൽ ഭഗവത് ധ്യാനം നിത്യവും ചെയ്യുക. അങ്ങനെയുള്ള ആളുകളുടെ അടുത്തും ആരുണ്ടാവും? ലക്ഷ്മി ദേവി ഉണ്ടാവും. ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കാനുള്ള, തൻ്റെ ദൈതൻ്റെ പേര് ഇടയ്ക്കിടെ ആവർത്തിക്കുന്നത് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് ലക്ഷ്മി ദേവി എപ്പോഴും അവിടെ ഉണ്ടാവും. മനസ്സിലായോ? യാതൊരാളാണോ ത്വത് ധ്യാനഗുണാനുകീർത്തനരസാസക്തൻ, അങ്ങയെ ധ്യാനിക്കുകയോ അല്ലെങ്കിൽ അങ്ങയുടെ ഗുണങ്ങൾ കീർത്തിക്കുകയോ ചെയ്യുന്നതിൽ ആസക്തിയുള്ളവരായിട്ടുള്ളത്, അങ്ങനെയുള്ള ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ തേഷ്വേഷ വസതി, അങ്ങനെയുള്ള യാതൊരു ഭക്തന്മാരുണ്ടോ അവരുടെ വസതിയിൽ സ്ഥിരൈവ ലക്ഷ്മി ദേവി സ്ഥിരമായിട്ടുണ്ട്. കാരണം ദൈതാ പ്രസ്താവ ദത്താദര, ദൈതനെക്കുറിച്ചുള്ള പ്രസ്താവത്തിൽ ദത്തമായ ആദരത്തോടുകൂടി, ഭർത്താവിനെക്കുറിച്ചുള്ള പ്രസ്താവം കേൾക്കാനുള്ള ആ ബഹുമാനപൂർവമായ ആഗ്രഹത്തോടു കൂടി അവിടെയുണ്ട്. അപ്പം ഭഗവത് നാമം ജപിക്കുന്നിടത്ത് ലക്ഷ്മിയുണ്ട്, ഭഗവാന്റെ അടുത്ത് ലക്ഷ്മിയുണ്ട്. അപ്പോൾ ലക്ഷ്മി എവിടേക്കാണ് ഉള്ളത് ചോദിച്ചാൽ ഭഗവാന്റെ അടുത്ത് സ്ഥിരമായിട്ടുണ്ട്. പിന്നെ സ്ഥിരമായിട്ടുള്ളത് ആരുടെ അടുത്താണ്? നീ ധ്യാനിക്കുന്നവൻ്റെ അടുത്ത് അല്ലെങ്കിൽ ജപിക്കുന്നവൻ്റെ അടുത്ത്. അത് ഭംഗിയായിട്ട് പറഞ്ഞു മേൽപ്പത്തൂര്. പുതിയ തെളിവാണ് തന്നത്. നിങ്ങൾ നാമം ജപിച്ചാൽ നിങ്ങളുടെ അടുത്തുണ്ടാവും, അല്ലെങ്കിൽ പോവും. ഭഗവാന്റെ നാമം ജപിച്ചാൽ ലക്ഷ്മി ദേവി ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവും.
അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് നാമം കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അല്ലെങ്കിലോ വീട് പോകും. എന്താ അങ്ങനെ ചേട്ടാണ് എല്ലാം ഒന്നിൻ്റെ ലളിതാ സഹസ്രനാമമായാലും വിഷ്ണു അത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചാവാം. നമുക്ക് ആകെ ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ ദേവന്മാരുണ്ട് എന്നുള്ളതാണ്. അതൊരു മഹാഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ ഭാഗ്യം എന്ന് പറയാൻ കാരണം പറയും, നമുക്ക് ആരെ വേണ്ട വെച്ചാൽ ആരെ ഭരിക്കാനോ മറ്റുള്ളവർക്ക് ദോഷം എന്താ വെച്ചാൽ ഒരു ദേവതയുള്ളവർക്ക് ആ ആളെ ഇഷ്ടമല്ലെങ്കിൽ വേറെ ആരെയും കിട്ടിയവർക്ക് നമുക്ക് അങ്ങനെ ആരെ വേണമെങ്കിൽ എടുക്കാം. ഗണപതി വേണോ ഗണപതി, പരമേശ്വരനെ വേണോ പരമേശ്വരൻ, വിഷ്ണു വേണോ വിഷ്ണു, ദേവി വേണോ ദേവി, ആരെ വേണമെങ്കിലും ആവും. അതാണ് നമുക്കത് ഒരു ഹിന്ദു എന്ന ആ ഒരു ധർമ്മത്തിനുള്ള ഒരു പ്രത്യേകത. അതാണ് എല്ലാറ്റിലും ഈശ്വരത്വം കാണുന്നു എന്നാണ് അതിനർത്ഥം.